അങ്ങനെ നമ്മുടെ ഷിക്കാ റൈഡും അതേപോലെ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം അതിരാവിലെ ഒരു 7 മണിക്ക് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും ഇറങ്ങിക്കണം. എന്താ വെച്ചാൽ 7 മണിക്ക് തന്നെ ഇറങ്ങണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം ദൂരമുണ്ട് ഗുൽമാർഗിലേക്ക്. അതുമാത്രല്ല, നമ്മളിതേ ഗേറ്റ് വേ ഓഫ് ഗുൽമാർഗ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വോൾവോ ബസ്സൊക്കെ മാറ്റി ഒരു സാധാരണ 50 സീറ്റിന്റെ ബസ്സിലേക്ക് മാറി കയറണം. ഈ ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇനി പോവാനുള്ളത്. അപ്പൊ അതിനുള്ള സമയമൊക്കെ നോക്കിയിട്ടാണ് നമ്മളവിടെ രാവിലെ 7 മണിക്ക് തന്നെ എല്ലാവരും റെഡി ആവണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ഗുൽമാർഗിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ട് എല്ലാവരും റെഡി ആവുകയാണ്, കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതുകൂടാതെ ഇവിടെ CRPFും അവരുടെ വണ്ടികളും ഒക്കെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. പിള്ളേര് ബാക്കിലെ പിള്ളേര് കാണിക്കുന്നോട് തലാണല്ല വരും 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 കൊറേ ഷാറുഖ് ഖാൻമാര് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. അത്യാവശ്യം മഞ്ഞും കോടയും ഒക്കെ ഉണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകും തോറും നല്ല മഞ്ഞൊക്കെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഗുൽമാർഗ് ബോർഡറിന്റെ അവിടുന്ന് പിന്നെ നമ്മൾ ഗുൽമാർഗ് എത്തണ വരെയുള്ള ആ റോഡും ആ വ്യൂവും ഒക്കെ ഭയങ്കര രസാട്ടോ കാണാൻ. ചിനാർ മരങ്ങളും പൈൻ മരങ്ങളും അത് കൂടാണ്ട് ഒരു സൈഡ് മല പോലെയും അടുത്ത സൈഡ് താഴ്വര പോലെയും ഒക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ മഞ്ഞ് മൂടിയിരിക്കുന്നു. നല്ല കോടയൊക്കെ ഉണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിക്കും. എന്താ പറയാ, കാവ്യാത്മകമായിട്ട് പറയാനൊന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മള് ഗുൽമാർഗിന്റെ താഴ്വരയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നിറച്ചു കുതിരകളുണ്ട് അവിടെ. ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ ഒരുപാട് കുതിരക്കാര് 1000 തുടങ്ങി പിന്നെ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. 100-200 രൂപയ്ക്കൊക്കെ നമുക്ക് കുതിരയിൽ കയറാൻ പറ്റുന്ന രീതിയിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറാം. ഇല്ലാച്ചാൽ ഇപ്പോൾ ആണുങ്ങളൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നടന്നു കഴിഞ്ഞ് പകുതി എത്തിയപ്പോൾ ഒരു വണ്ടി വന്നു. ആ വണ്ടിയില് ഇതാണ് കേട്ടോ നമ്മുടെ കുതിരക്കാരൻ. ആ വണ്ടിയില് ഇവര് പോകുമ്പോ ഒരാൾക്ക് പെർ ഹെഡ് 100 രൂപയൊക്കെ ആയിട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ഗുൽമാർഗിലെ ഫേസ് 1 ഉള്ള കേബിൾ കാറിന്റെ എൻട്രി പാസ് എടുക്കാനുള്ള സ്ഥലം. നല്ല ക്യൂ ഉണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ക്യൂവിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് വേണ്ടി പോവാം. പക്ഷെ മൂവ് ചെയ്യണ ക്യൂ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഐസ് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്.
ഫോട്ടോ എടുത്തില്ലേ അപ്പോ? എന്ത് പറ്റി? അച്ഛൻ നടന്നു പോയില്ലേ, ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായില്ല. അമ്മയ്ക്ക് പേടിയായിരുന്നു. മൊബൈല് നിലത്ത് വീണാലോ? അത് ശരിയാ. കുഞ്ഞിനും ഒരു പേടിയില്ല, ഏട്ടനും ഒരു പേടിയില്ല. അമ്മക്ക് ഈ കുഞ്ഞിന്റെ ഇടയിലേക്കൊക്കെ പോകുമ്പോ എന്തായിരുന്നു ആർക്കെ പേടി? എന്താ പറ്റിയേ? ആര് കുതിരോട് പറഞ്ഞ? നമുക്ക് കേബിൾ കാർ തിരിച്ചിറങ്ങി പോകുമ്പോ നമുക്ക് കുതിരച്ചേട്ടനെ വിളിക്കാം കേട്ടോ. നടക്കലുണ്ട്, കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. അങ്ങനെ നമ്മള് ഫേസ് 1ന്റെ കേബിൾ കാർ ഇറങ്ങി. ഫേസ് 1ൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫേസ് 2ലേക്കുള്ള കേബിൾ കാറിൻ്റെ എന്തോ മെക്കാനിക്കലി പ്രോബ്ലം ആണ്. അപ്പോൾ ഫേസ് 2ലേക്ക് കേബിൾ കാർ ഇനി പോവില്ല. നമുക്ക് അങ്ങനെ ഒരു പണി കിട്ടി. പക്ഷെ കുതിരകൾ പോവും. കുതിരകൾ 1000 രൂപയാണ് ആൾ പറഞ്ഞത് നമ്മളെല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതായത് പെർ ഹെഡാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കണേ, 1000 രൂപ. അപ്പോൾ എല്ലാവരും കുതിരപ്പുറത്ത് പോവുകയാണ്. കുതിരപ്പുറത്ത് പോണത് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ലും ഉരുണ്ട കല്ലും മലയും ഒക്കെ കയറുകയാണ്. അപ്പോൾ എത്രത്തോളം സേഫാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം എടുത്തിട്ട് നമ്മൾ എല്ലാം എടുത്തു വെച്ചു. ഒരു കണക്കിന് കുറച്ച് പേടിയായിരുന്നു എന്നുണ്ടെങ്കിലും അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ കേബിൾ കാറിൽ പോയാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. ഇതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ കുതിരമ്മ പോലെ പ്രണവൊക്കെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അവനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വലിയ ഹാപ്പി ആയിരുന്നു കുതിരമ്മ പോവാൻ. ഇതൊരു രസമുള്ളൊരു. പക്ഷെ കേബിൾ കാറിലാണ് പോയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മലയുടെ ഏറ്റവും മുകളിൽ നമുക്ക് ഐസുള്ളിടത്ത് കേബിൾ കാർ കൊണ്ടിറക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് നമ്മൾ താഴ്വരയിൽ ഇവർ കൊണ്ടിറക്കിയിട്ട് നമ്മൾ ഐസിൻ്റെ അവിടേക്ക് മല കയറി പോവുകയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് കയറാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ഇഷ്ടത്തിന്. ഫുള്ള് മഞ്ഞാണ് കണ്ടോ, വിശ്വസിക്കളിലേക്ക് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഇത് പൊടിയപ്പോ, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. മഞ്ഞ് ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഓ ഫുള്ള് മഞ്ഞ. നമ്മേ എൻ്റെ ബൂട്ടിൻ്റെ ഉള്ള കടാ, നമ്മള് ബൂട്ട് കടാ ഫുള്ള് മഞ്ഞാണ്. മുകളിൽ ഉണ്ട് കുറെ മഞ്ഞ്. പക്ഷെ ഞങ്ങള് കുതിരപ്പുറത്താ വന്നേ. പക്ഷെ അപ്പൊ അവിടെ പോവാൻ പറ്റൂല, ഭയങ്കര തണുപ്പാട്ടാ. ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ പറ്റൂല. എടാ ഇവിടെ റോപ്പ് കേടായിക്ക. അപ്പൊ ഞങ്ങള് കുതിരപ്പുറത്താ വന്നേ. ഇത്ര മലയുടെ മുകളിൽ കടാ എടാ താഴ്ത്തുന്ന അവിടെ നമ്മുടെ കുതിരപ്പുറത്ത്. ഓ എടാ ഫുള്ള് മഞ്ഞ, ഫുള്ള് മഞ്ഞ, പൊടി മഞ്ഞ്. തലയുടെ മുകളിലൊക്കെ നോക്കി മഞ്ഞേട്ടാ, ഫുള്ള് മഞ്ഞ് ഗൈസ്. അവിടെ ഫുള്ള് മഞ്ഞ. ഞങ്ങളവിടെ താഴ്ത്തത് അവിടെ ഇത് കണ്ടോ, അവിടെ ഇത് കണ്ടോ. അവിടെ നിന്ന് കുതിരപ്പുറത്ത് ഇവിടെ വരെ വന്നു. നല്ല കയറ്റുണ്ട് ഗൈസ്. കുതിരയാണ് ഈ മര്യാദക്ക് അനുസരിക്കണമില്ല. അടിപൊളിയാട്ടോ ഗൈസ്. ഇവിടെ ഞങ്ങൾ ഇതേ ഒരു മലയാളീനെ കണ്ടുപിടിച്ചു. അവരവിടെ ഫോട്ടോ എടുക്കണ്. ഭയങ്കര മഞ്ഞട്ടോ. അതെ അവിടേക്ക് അവിടെ നോക്കി ഗൈസ്. അവിടെ അവിടെ കണ്ടോ മഞ്ഞുമല.
ഓ ഇവിടെ റോപ്പൊക്കെ ഉണ്ട്, പക്ഷെ അത് കേടായിക്കാം, കംപ്ലൈന്റ് ആയിക്കാം. അപ്പൊ ഞങ്ങള് കുതിരപ്പുറത്താ വന്നത്. അവിടെ കണ്ടാ കൊറേ കുതിരയൊക്കെ ഉണ്ട്, കൊറേ കുതിരയൊക്കെ ഉണ്ട്. ആഹാ സൂപ്പറാണ്. ദേ അമ്മച്ചനെ കാണിക്കാണ്, ദേ കാന്താരി. സൂപ്പറാട്ടാ. അവിടെ ആൾക്കാര് കുതിരപ്പുറത്ത് വരുന്നുണ്ട്. കണ്ട അവിടെ കുതിരപ്പുറത്ത് വരുന്നത്, അവിടുന്ന് ആൾക്കാര് കുതിരപ്പുറത്ത് വരുന്നുണ്ട്. മുകളിലിങ്ങനെ കുതിരയൊക്കെ നിൽക്കുന്നുണ്ട്, മേക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് ഈ ഫേസ് 1ലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ബസ് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബൂട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ബൂട്ട് വാടകയ്ക്ക്. അപ്പം നമുക്ക് ബൂട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൂ ഒന്നും ചെളിയാവില്ല. അതേപോലെ നമ്മൾ ഐസിലിറങ്ങുമ്പോൾ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊക്കെ ചിലപ്പോൾ ബൂട്ട് സ്ലിപ്പ് ആവുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ടായി. പക്ഷെ നമ്മുടെ ഷൂ ഒക്കെ എന്തായാലും ക്ലീൻ ആയിട്ടിരിക്കും. बाय बाय हाँ मोर 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 फुल 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 അതൊക്കെ അവിടെ ചെന്ന് എവിടെ പോണേ നോക്ക്. ഒരു അന്തം കുന്തലാണ് നിക്കണ അവിടെ. ആ ഇങ്ങനെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് സ്ലൈഡ് ചെയ്ത്. പക്ഷെ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല, പക്ഷെ എന്നാലും വേറൊരു ആൾക്ക് കാലിന് ഫ്രാക്ചർ പറ്റി. എന്നിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് എത്തിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യണം. ഇത് കേറില്ല. അങ്ങനെ പറഞ്ഞ മാറിക്ക് നിങ്ങള്. അപ്പൊ നമ്മള് കുറച്ച് മലയാളികളെ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, വയനാട്ടിലുള്ള ആൾക്കാരുണ്ടാ. കൽപ്പറ്റ. നമ്മുടെ ഭയങ്കര തണുപ്പ് മാറാൻ
നല്ല ചൂട് നൂഡിൽസ് അവൈലബിൾ ആണ്. അവിടെ ഒരു പ്രത്യേകതയാണ്, എല്ലാത്തിനും 100 രൂപ. ഇല്ല, അത് നോക്കിയിട്ട് മതി. ആണെങ്കിൽ 100 രൂപ വേണമെങ്കിൽ മഗി എന്താ കഴിക്കണേ? ഒന്ന് കാണിക്കും മാഷെ, ഒന്ന് ഇരിക്കും ഒരു സ്ഥലത്ത്. ഒരു വ്ളോഗ് എങ്ങനെയുണ്ട്? 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 ജുഗിനു നമ്മുടെ കുതിരയുടെ പേരാണ് കേട്ടോ. തീ കായുന്നു, തീ കായുന്നു, തീ കായുന്നു. മാഗി ടേസ്റ്റി. ആളുകൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടേ കുതിരയിലൊന്നും കയറുന്നില്ല. അപ്പൊ ആള് വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പൊ ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് മലയാളം പഠിപ്പിച്ചത് കേട്ടോ നമ്മുടെ കുതിരക്കാരനെ. ആള് മലയാളത്തിൽ പറയണ കേക്കാട്ടോ. മലയാളം മറാഠി കേരള മലയാളം. അങ്ങനെ നമ്മള് തിരിച്ചു പോവാണ്. നമ്മള് താഴെ എത്തിയിട്ടുള്ള ഫേസ് 1 വ്യൂ ആണ് കേട്ടോ. നമ്മളങ്ങനെ കേബിൾ കാറിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങാണ്. ഇറങ്ങി നമ്മൾ ബൂട്ടൊക്കെ കൊടുക്കണ കടയുടെ ഫ്രണ്ടിൽ നായകളാണ് കേട്ടോ. ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് അവരോട് ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് അപ്പൊ ഇവിടെ നെയ് റോസ്റ്റൊക്കെ കശ്മീരിൽ പഠിച്ചെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗുൽമാർഗിൽ ഒരുപാട് മലയാളീസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ദോശയ്ക്ക് ഭയങ്കര സെയിലാണ്. അതുകൊണ്ട് അവരത് പഠിച്ച് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ താഴെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ചാമ്പ്യൻഷിപ്പിന് വന്നവരെല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകും. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസം വിഷ്ണുവേട്ടൻ്റെ ഫ്രണ്ട് ജമ്മുവിലുള്ള ഒരു ഫ്രണ്ട് വരും. ആളുടെ കൂടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ശങ്കരാചാര്യ ടെമ്പിൾ, ഗീർ ഭവാനി ടെമ്പിൾ, പെഹൽഗാം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും കൂടി കണ്ടിട്ട് ജമ്മുവിലെ നമ്മൾ ഗ്രാമങ്ങളിലേക്കും കൂടി പോയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി പറയാണ്ട് അവസാനിപ്പിച്ചാൽ അത് ശരിയല്ല തോന്നി. എന്താ വെച്ചാൽ നമുക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഒരു വണ്ടി കിട്ടാണ്ട്, ഇപ്പം നമ്മൾ വോൾവോ ബസ്സിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഹോട്ടലിലേക്ക് പോകാൻ ഒരു വണ്ടി കിട്ടാണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് CRPF എല്ലാവിധ ഹെൽപ്പും നമുക്ക് ചെയ്തു തരും കേട്ടോ. ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ചു തന്നു. ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ സംസാരിച്ചത്. അതുകൂടാണ്ട് ഒരു കാലി ബസ്സാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. ഒരു മനുഷ്യരില്ലാത്തൊരു കാലി ബസ് ആ ഡ്രൈവറോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു നമ്മളെ സേഫായിട്ട് അവിടെ എത്തിക്കണം. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും വേറെ ഏതൊക്കെയോ പോലീസുകാരൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എല്ലാ അറേഞ്ച്മെന്റ്സും അവർ ചെയ്തു തന്നിട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളും ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ശ്രീ പ്രണവ് വ്ളോഗ്സ് വീണ്ടും കാണുന്നത് വരെ ബൈ.